അതിൽ മത്സരിക്കുന്നതിന് വേണ്ടി ഞാൻ ആദ്യം വിളിക്കേണ്ടത് വിയെ വിളിക്കണോ വിവിയെ വിളിക്കണോ? വി വേണോ വി വി വേണോ? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കാണിക്കുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കാണിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടുപേരും മത്സരിക്കണം എന്തായാലും. ഇതിൽ വലിയ ആരും കാര്യമൊന്നുമില്ല. അപ്പൊ എത്രാം ക്ലാസ്സിലായി? എത്രയിലായി? 8ല്. അപ്പൊ 8ാം ക്ലാസ്സുകാരനെ തന്നെ വിളിക്കേണ്ടി വരും. വിവി വരും. മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. 10-30 വയസ്സായിട്ടും ഇതുവരെ അടുക്കളയിൽ കയറുകയോ അമ്മയെ സഹായിക്കുകയോ ചെയ്തിട്ടില്ലാത്ത നന്ദിനി ആദ്യമായിട്ട് പപ്പടം കൈകൊണ്ട് തൊട്ടു. കാച്ചാത്ത പപ്പടം, കാച്ചി തിന്നാൻ വേണ്ടി തൊട്ടിട്ടുണ്ട് എന്നുള്ളതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ഇനി തരൂ. ഇത് പപ്പടങ്ങളാണ്, അറിയാലോ, പപ്പടങ്ങളാണ്. ഈ പപ്പടങ്ങൾ നമ്മൾ തലയിൽ വെക്കുന്നു. ഇതിൽ കൃത്യം 30 പപ്പടങ്ങളാണുള്ളത്. ഇതിങ്ങനെ തലയിൽ വെക്കണം. തലയിൽ വെച്ചിട്ട് 6 എണ്ണത്തിന്റെ 6 പപ്പടം നോക്കാതെ തലയിൽ എണ്ണിയിട്ട് 6 എണ്ണത്തിന്റെ 5 കെട്ട് ഇവിടെ ഇങ്ങനെ വെക്കണം. ഒരെണ്ണത്തിന് എണ്ണം കൂടിയേ തോറ്റു. കറക്റ്റ് 6 എണ്ണം എടുത്ത് 5 എണ്ണം വെക്കണം. വെച്ചോളൂ. ഇനി ടൈം തുടങ്ങിയാൽ അത് ചെയ്യണം. ഞാനൊരു കഥ അതിനൊപ്പം പറയും. അത് കേട്ടിട്ട് ആ കഥയിൽ നിന്ന് ഞാൻ ചോദിക്കുന്ന 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. ആക്ടിവിറ്റിക്ക് 21, ചോദ്യത്തിന് 10 വീതം. റെഡിയാണല്ലോ? ഓക്കെ. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. രാവിലെ തന്നെ റേഷൻ കടയ്ക്ക് മുന്നിൽ നീണ്ട ക്യൂ. ഒരു 50 ആളെങ്കിലും കാണും. കുട്ടയും കച്ചത്ത് വെച്ച് വന്ന ശങ്കരൻ ചേട്ടൻ 4 തവണ ക്യൂവിൽ ഇടിച്ചു കയറാൻ ശ്രമിച്ചു. 4 തവണയും നാട്ടുകാർ പുള്ളിയെ പിടിച്ച് പുറത്താക്കി. ഒടുവിൽ പുള്ളി ഉറക്കെ പ്രഖ്യാപിച്ചു, ആഹാ അത്രയ്ക്കായോ, എന്നാ ഞാനിന്ന് കട തുറക്കുന്നില്ല. ഇനിയും അനുരാഗ് ദീദിക്ക് 30 സെക്കൻഡ് മാത്രം ബാക്കി. ടെൻഷൻ അടിക്കേണ്ട, ഇഷ്ടം പോലെ സമയമുണ്ട്. പതുക്കെ ചെയ്ത് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, 20 സെക്കൻഡുകൾ കൂടിയുണ്ട്. 6 എണ്ണം കറക്റ്റായിട്ട് നിൽക്കും. പറ്റും. നമ്മൾ അവസാന 10 നിമിഷത്തിലേക്ക് എത്തി. 5, 4, 3, 2, 1. ആരായിരുന്നു ക്യൂവിൽ ഇടിച്ചു കയറാൻ ശ്രമിച്ചത്? ശങ്കരൻ ചേട്ടൻ. ശങ്കരൻ ചേട്ടൻ പരിചയമുണ്ട്? ഇല്ല, ഇപ്പം പറഞ്ഞു നിങ്ങള്. നിങ്ങൾ പറഞ്ഞു ശങ്കരൻ ചേട്ടൻ. എത്ര തവണയാണ് ക്യൂവിൽ ഇടിച്ചു കയറാൻ ശ്രമിച്ചത്? 4 തവണ. ശങ്കരൻ ചേട്ടൻ എന്താണ് കക്ഷത്ത് വെച്ചത്? സഞ്ചി. ആരായിരുന്നു ക്യൂവിൽ ഇടിച്ചു കയറിയത്? ശങ്കരൻ ചേട്ടൻ. 10 മാർക്ക്. ശരി ഉത്തരമാണ്. എത്ര തവണയാണ് ക്യൂവിൽ ഇടിച്ചു കയറിയത്? 4 തവണ. ശരി ഉത്തരമാണ്. ശങ്കരൻ ചേട്ടൻ എന്താണ് കക്ഷത്ത് വെച്ചത്? കുട. അത് തെറ്റുത്തരമാണ്. കുടയാണ് കേട്ടോ. ബാഗ് എന്നല്ലേ പറഞ്ഞത്? സഞ്ചി. അത് തന്നെ. അപ്പൊ തെറ്റിപ്പോയി. 20 മാർക്ക് കിട്ടി. ഓക്കെ കുട്ടി വരൂ. ആര്യാവി, ഇതുവരെ പപ്പടം തലേ വെച്ചിട്ടുണ്ടോ? ഇല്ല, കഴിച്ചിട്ടുണ്ട്. എല്ലാരും കഴിച്ചിട്ടുണ്ട്. ഇതൊരു പ്രത്യേക പരിപാടിയാണ്. 6 എണ്ണത്തിന്റെ 5 കെട്ട് വെക്കുക. ഒപ്പം ഈ കൈയും അവിടെ ഏകാഗ്രത വേറെ, കഥയിലെ ഏകാഗ്രത വേറെ. 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക. പപ്പടം വെച്ചു കൊടുത്തോ നന്ദിനി? കംഫർട്ടബിൾ ആക്കി വെച്ചോ, കറക്റ്റ് ആക്കി. ഓക്കെ, താഴെ പോകാൻ പാടില്ല. ആൻഡ് ആര്യ വിവിയുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് നൗ. വയനാട്ടിലെ കൽപ്പറ്റയ്ക്കടുത്ത് ഒരു പാരലൽ കോളേജിൽ MBBS പഠിക്കുമ്പോഴാണ് ഞങ്ങൾ വക്കീലന്മാരെല്ലാവരും കൂടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വഴി മൃഗശാല കാണാൻ പോയത്. വഴിക്കൊരാന. തൃശ്ശൂർ പൂരത്തിന് പോകുന്നു. പിന്നാലെ 4 പശു, ഒരാടും. ആര്യവിയുടെ കഥ കഴിഞ്ഞു. പക്ഷേ ടൈം കുറച്ചുകൂടെ ഉണ്ട്. എന്നാലും സാവധാനം ചെയ്താൽ മതി. പെട്ടെന്ന് ചെയ്യണം. പോകട്ടെ. ഇനി രക്ഷയില്ലല്ലോ. 20 സെക്കൻഡ് ബാക്കിയുണ്ട്. പറ്റുന്നത്ര ചെയ്യൂ. അയ്യോടാ. ആക്ടിവിറ്റി 2 പേരും തെറ്റിച്ചു, പൂർത്തിയാക്കിയില്ല. പക്ഷെ അനുരാഗ് 2 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ട് 20 മാർക്ക് നേടിച്ചിട്ടുണ്ട്. അപ്പോൾ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ ആര്യവി ജയിക്കും. 2 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ടൈ ആവും. 1 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ തോക്കും. ഒന്നും പറഞ്ഞില്ലെങ്കിൽ തോക്കും.
ഞങ്ങൾ ആരായിരുന്നു? വക്കീലന്മാർ. ഞങ്ങൾ എങ്ങോട്ടാണ് പോയത്? മൃഗശാലയിലേക്ക്. ഞങ്ങൾ എത്ര ആടിനെ കണ്ടു? 3. ഞങ്ങൾ എത്ര ആടിനെ കണ്ടു? 1. 4 പശുവും 1 ആടും എന്നാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ എങ്ങോട്ടാണ് പോയത് എന്ന് ചോദിച്ചത് മൃഗശാലയിലേക്ക് തന്നെയാണ്. ശരി ഉത്തരവാണ്. ഞങ്ങൾ ആരായിരുന്നു എന്ന് ചോദിച്ചത് വക്കീലന്മാർ എന്ന് പറഞ്ഞു. അതും ശരി ഉത്തരവാണ്. അനുരാഗ് വരൂ. ഇനി എന്താണ് നടക്കേണ്ടതെന്ന് നന്ദിനി ഒന്ന് പറഞ്ഞു കൊടുക്കൂ ഇവർക്ക്. ഇനി നമ്മളൊരു ടൈ ബ്രേക്കർ ആണ് ഇവിടെ നടത്താൻ പോകുന്നത്. ടൈ ബ്രേക്കർ എങ്ങനെയാണെന്ന് അറിയാവോ? ഇല്ല. നമ്മുടെ പുരുഷു 2 ചിത്രങ്ങൾ കാണിക്കും. ആ ചിത്രത്തിൽ ഓരോരോ ചിത്രങ്ങൾ വീതം നിങ്ങൾ സെലക്ട് ചെയ്യണം. ആ ചിത്രത്തിന്റെ പിറകിൽ ഇൻ ഓർ ഔട്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി ലക്കിനെ ബേസ് ചെയ്തിട്ടാണ്. ഇനി നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം പുരുഷുവിന്റെ കയ്യിൽ. അതെ, പ്രതിഭ കൊണ്ട് നിങ്ങൾ 2 പേരും ഒന്നാണ്. ഇനിയുള്ളത് ഭാഗ്യം മാത്രമാണ്. നോക്കാം. ചിത്രങ്ങൾ വലിച്ചോട്ടെ. ചിത്രങ്ങൾ വരട്ടെ. 1 കോല ബിയർ എന്ന് പറയുന്ന ജീവിയാണ് ഒരെണ്ണം. മറ്റൊന്ന് സീബ്ര എന്ന് പറയുന്ന ജീവിയാണ്. കോല ബിയർ ആസ്ട്രേലിയയിലുള്ള ഒരു ജീവിയാണ്. അത് യൂക്കാലിപ്റ്റസിന്റെ ഇലയാണ് ഏറ്റവും കൂടുതൽ തിന്നുന്നത്. സീബ്രയ്ക്ക് വെളുപ്പിൽ കറുത്ത വരകളാണോ കറുപ്പിൽ വെളുത്ത വരകളാണോ? അറിയില്ല. അറിയില്ല. ആലോചിച്ചിട്ട് പിന്നെ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ ഇതില് ആരാണ് ആദ്യം തിരഞ്ഞെടുക്കേണ്ടത്? മോളെടുത്തോ. കാരണം ഈ മത്സരത്തിലേക്ക് ഞാൻ വിളിച്ചപ്പോൾ ആദ്യം വന്നത് മോനാണ്. അതുകൊണ്ട് ഇത് മോൾക്ക് വേണ്ടി ഞാൻ വിട്ടുതരികയാണ്. എന്താണ് വേണ്ടത്? കോല ബിയർ അല്ലേ? തിരിഞ്ഞെന്നോളൂ. കോല ബിയർ മോളെ സഹായിക്കുമോ? സഹായിക്കും എന്നാണ് എന്റെ വിശ്വാസം. വിശ്വാസം അതല്ലേ എല്ലാം. ഇത്തരം ടെൻഷൻ ഉള്ളപ്പോ തമാശ പറയുന്ന ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ വേറെ കണ്ടിട്ടില്ല കേട്ടോ. അനുരാഗ, സീബ്രയുടെ അവസ്ഥ എങ്ങനെയാ? സീബ്ര അത് വെള്ളയില് കറുപ്പാണോ കറുപ്പിൽ വെള്ളയാണോന്ന് മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് എന്റെ ഇത് അതുപോലെ തന്നെയാണ്. ശരി ഇന്നാണ് എനിക്കറിയില്ല. മനസ്സിലാക്കിയിട്ടില്ല. വാവ്. സീബ്ര ലൈനുകൾ റോഡിൽ വരയ്ക്കുന്നത് ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് തുറന്നു നോക്കാം അല്ലേ? ഒന്ന് തിരിഞ്ഞു നിന്നോളൂ. തുറന്ന ശേഷം ഒറ്റ തിരിച്ചിട്ട് അങ്ങോട്ട് തിരിഞ്ഞോളൂ. ഓക്കെ, തിരിഞ്ഞ് കണ്ടോളൂ. ആദ്യം നമുക്ക് കോല ബിയറിനെ തുറക്കാം. അയ്യോടാ. സീബ്രയെ തുറക്കൂ. എന്റെ ഇടതും വലതും ഈ പരിപാടിയിൽ മത്സരിക്കാനെത്തുന്ന മറ്റു പല മത്സരാർത്ഥികളും മാതൃകയാക്കേണ്ട 2 പ്രതിഭകളാണ് നിൽക്കുന്നത്. ആര്യ വിയും അനുരാഗ് വിയും. ഇത്രയും ടെൻഷൻ ഉള്ളപ്പോഴും അവർ കാണിക്കുന്ന നർമ്മബോധം, ഈ കളിക്ക് അവർ കൊടുക്കുന്ന ഗൗരവവും, അതെല്ലാം നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇവരിലുണ്ട്. ഒരുപക്ഷെ അവരുടെ അത്തരത്തിലുള്ള ക്വാളിറ്റീസ് ആയിരിക്കും അവരെ ഈ റൗണ്ട് വരെ ഇവിടെ വരെ എത്തിച്ച് നിർത്തിക്കൊണ്ട് പോകുന്നത്. ഇനി എന്താ ആര്യക്ക് പറയാനുള്ളത്? ഇവിടെ വരെ എത്തിയതിലും ഈ റൗണ്ട് വരെ എത്തിയതിലും വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ അമൃത ടിവിയോട് എൻ്റെ പ്രത്യേകം നന്ദി. പിന്നെ ദൈവത്തിനോടും നന്ദി. പിന്നെ ഇതിലേക്ക് SMS അയച്ച അച്ഛനോടും അമ്മേനോടും എല്ലാവരോടും നന്ദി. ഇനി റണ്ണറപ്പായ ആര്യ വിക്ക് നന്ദിനി സമ്മാനങ്ങൾ കൊടുക്കൂ.